വെൽക്കം ബാക്ക് ടു നൊമാഡ് ഫാമിലി. അപ്പം നമ്മൾ ഇന്ന് ഗോവയിൽ നിന്ന് പോരുവാണ്. ഇപ്പോൾ ചെക്കൗട്ടൊക്കെ ചെയ്തു. നമ്മൾ ഗോവയിൽ നിന്ന് മുംബൈക്ക് പോവാണ്. മുംബൈയിൽ നമ്മൾ നിൽക്കുന്നില്ല, കാരണം ഞങ്ങൾ രണ്ടുപേരും മുംബൈയിൽ നിന്നിട്ടും കണ്ടിട്ടും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മുംബൈ അധികം സമയം കളയണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമ്മൾ ഇന്ന് മുംബൈയിലെത്തി. അവിടെ ഒരു ഹോട്ടലിൽ കിടന്നുറങ്ങി നാളെ രാവിലെ നമ്മൾ അഹമ്മദാബാദ് പോകും. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം പറയാമെന്ന് വിചാരിച്ചു. നമ്മൾ ഗോവയിൽ മെയിനായിട്ട് പോയത് ബൈന ബീച്ചിലാണ്. അവിടെയാണ് കൂടുതൽ വാട്ടർ റൈഡിങ്സ് ഉണ്ടായിരുന്നത്. നമ്മൾ കാണിച്ച മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഓൺലൈനിലാണ് ടിക്കറ്റ് എടുത്തത്. പക്ഷേ അവിടെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അവിടെ കുറേ ഏജൻറ്റുമാരുണ്ട്. നമ്മളൊരു ടണലിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ കുറേ ഏജൻറ്റുമാരുണ്ട്. അപ്പോൾ അവർ നമ്മളിപ്പോൾ പേഴ്സൺ 1500 രൂപ കൊടുത്താൽ മതി. എല്ലാ റൈഡിനും കൂടി ആ ഒരു പൈസയാണ് അവർ മേടിക്കുന്നത്. ഞങ്ങളോട് ആദ്യം പറഞ്ഞിരുന്നത് സ്കൂബ ചെയ്യാമെന്നാണ്. പക്ഷേ നമ്മളവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നു. അപ്പം ഞങ്ങൾ തന്നെ പറഞ്ഞു ഞങ്ങൾ തിരിച്ചു പോയി ബാക്ക് റൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് സ്കൂബ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അവരാരും റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കില്ല, കാരണം അവരുടെ കയ്യിൽ നിന്നല്ല നമ്മൾ ടിക്കറ്റ് എടുത്തത്. നമ്മൾ ഓൺലൈനാണെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു പോയി ഓൺലൈനിനോട് ചോദിച്ചോളാൻ പറഞ്ഞു. പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും അവിടെ ചെന്നിട്ട് ടിക്കറ്റ് എടുത്താൽ മതി ഇനി പോകുന്നവർ. അപ്പം മഹാരാഷ്ട്രയാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. പക്ഷെ നമ്മൾ ബോംബെയും പൂനെയും ഒന്നും എക്സ്പ്ലോർ ചെയ്യുന്നില്ലാത്തത് കൊണ്ട് ഇനി മുംബൈയിൽ നമ്മളിന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ അവിടുന്ന് അഹമ്മദാബാദ് പോകാനാണ് പ്ലാൻ. അപ്പോൾ രാത്രിയായി തുടങ്ങി. ഇനിയൊരു 2 മണിക്കൂറും കൂടി ഉണ്ട് എത്താനായിട്ട്. നമ്മൾ മുംബൈ എത്തി ഏകദേശം 12 മണിക്കൂറായി. ഇവിടെ ഒരാൾ ഓടിച്ച് മടുത്ത്. നമ്മൾ റൂമിലെത്തി. ബൈ, ഗുഡ് നൈറ്റ്.